മകരവിളക്കിനായി ശബരിമല ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സന്നിധാനത്ത് നിന്നും സുജു ടി ബാബു ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സുജു, മകരവിളക്കിനായി ശബരിമല ഒരുങ്ങിക്കഴിഞ്ഞു. വലിയൊരു കൂട്ടം തീർത്ഥാടകർ തന്നെ മകരവിളക്ക് ദർശിക്കാനായി സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. എങ്ങനെ പോകുന്നു മകരവിളക്ക് ഒരുക്കങ്ങൾ? സുജു കേൾക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സുജു, ശബരിമല മകരവിളക്കിനായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 2 ലക്ഷത്തിൽ പരം തീർത്ഥാടകരാണ് മകരവിളക്ക് ദർശിക്കാനായി സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. ഒരുക്കങ്ങൾ എങ്ങനെ പോകുന്നു? വളരെ ഭംഗിയായി തന്നെയാണ് ഒരുക്കങ്ങളെല്ലാം പോകുന്നത്. ഞാനിപ്പോൾ സന്നിധാനത്താണ് ഉള്ളത്. ഇവിടെ തീർത്ഥാടകരുടെ ഒരു ബാഹുല്യം തന്നെ ഇന്നും രാവിലെയും കാണാൻ സാധിക്കുന്നതാണ്. വളരെ അതിമനോഹരമായി തന്നെ സോപാനമെല്ലാം കുരുത്തോല കൊണ്ടും പൂക്കൾ കൊണ്ടും അലങ്കരിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ 2 ലക്ഷം എന്ന കണക്കിനപ്പുറത്തേക്കാണ് തീർത്ഥാടക ലക്ഷങ്ങൾ. അത് കേരളത്തിന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് സംസ്ഥാനത്തിന് നമ്മുടെ ഇതര സംസ്ഥാനങ്ങളായിരിക്കുന്ന തമിഴ്നാട്, ആന്ധ്ര അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ വിവിധ സ്ഥലങ്ങളിൽ തീർത്ഥാടകർ അവർ ടെലിവിഷൻ മുഖേനയൊക്കെ ഈ മകരവിളക്ക് ദർശിക്കാനായി കാത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് തീർത്ഥാടകരുടെ കാത്തിരിപ്പിനാണ് ഇന്ന് വിരാമം ഉണ്ടാകുന്നത്. മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ എല്ലാ തീർത്ഥാടകരുടെ മനസ്സും അവരുടെ ലക്ഷ്യവും മകരവിളക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പതിനായിരക്കണക്കിന് തീർത്ഥാടകർ ശബരിമലയിൽ എത്തുകയും സന്നിധാനത്ത് തന്നെ പർണശാലകൾ തീർത്തുകൊണ്ട് അവർ തമ്പടിക്കുകയാണ്. അവരിനിയും ജ്യോതിയും മകരവിളക്കുമെല്ലാം ദർശിച്ച ശേഷം മാത്രമേ അവർ പടിയിറങ്ങുകയുള്ളൂ. തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ ദർശിക്കാനും അവർ കാത്തിരിക്കുകയും ചെയ്യും. 17-ാം തീയതി വരെയാണ് തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശനം നടത്താനുള്ള അവസരമുള്ളത്. ഇന്ന് ഈ പർണശാലയിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ ഇത്തവണ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് സ്വമേധ പാചകം ചെയ്യാൻ നിയന്ത്രണം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ സർക്കാർ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ഭക്ഷണം, അതായത് സാധാരണ അന്നദാനം മണ്ഡപമുള്ളത് മാളികപ്പുറത്തിന് സമീപമാണ്. എന്നാൽ പാണ്ഡിത്താവളത്തിൽ ഉൾപ്പെടെ താൽക്കാലിക അന്നദാന മണ്ഡപം സൃഷ്ടിച്ചുകൊണ്ട് തീർത്ഥാടകർ എവിടെയാണോ അവർ വിശ്രമിക്കുന്നത് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് പ്രഭാത ഭക്ഷണവും ലഘുഭക്ഷണവും എല്ലാം 3 നേരവും ഭക്ഷണം നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് ദേവസ്വം ബോർഡ് മാറുന്നു. അങ്ങനെ തീർത്ഥാടകർക്ക് എത്രമാത്രം അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാം അതെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഈ തീർത്ഥാടന കാലം പുരോഗമിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ കോന്നി MLA കെ യു ജനീഷ് കുമാറുടെ ഒപ്പം ചേരുകയാണ്. വളരെ സംതൃപ്തമായ തീർത്ഥാടന കാലമാണ് മുമ്പോട്ട് പുരോഗമിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മകരജ്യോതി ദർശിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല ആത്മസംതൃപ്തിയിലാണ്. ദർശനം വളരെ സുഗമമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ഇന്നലെ മുതൽ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്ത് നിന്നുകൊണ്ടാണ് സൂക്ഷ്മമായ ഒരു നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട്, ഒരു പോരായ്മയും ഉണ്ടാവില്ലെന്ന നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ സന്നിധാനത്ത് ഇന്ന് ഏകദേശം 1.5 ലക്ഷത്തോളം ഭക്തർ ഈ സന്നിധാനത്തും പരിസര പ്രദേശത്തും മാത്രമായി ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളിലെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ അവർ തന്നെ പാകം ചെയ്ത് കഴിക്കുകയായിരുന്നു. അപ്പോൾ തീയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇത്തവണ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് സൗജന്യമായ ഭക്ഷണം ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ഇവിടെ ക്യാമ്പ് ചെയ്ത എല്ലാവർക്കും സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സുഖദർശനം ഉറപ്പാക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തരെല്ലാം വലിയ സന്തോഷത്തിലാണ്. മുഖം പോലെ തീർത്ഥാടകരല്ലേ, കുട്ടികളുടെ പുഞ്ചിരി പോലെയാണ് തീർത്ഥാടകരുടെ മനസ്സും. വളരെ സംതൃപ്തിയായിട്ട് കാര്യങ്ങൾ പോകുകയാണ്. അനന്യ, തീർച്ചയായും സുജു, തീർത്ഥാടകരുടെ ഓരോ മുഖങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വളരെയേറെ സംതൃപ്തിയോട് കൂടി പോയൊരു തീർത്ഥാടന കാലം. ഇന്ന് മകരവിളക്കിന് ഒരുങ്ങിയിരിക്കുന്നു സന്നിധാനം. വന്ന ഓരോ തീർത്ഥാടകരെയും പരിഗണിച്ചുകൊണ്ട് യാതൊരു പരാതിയുമോ പരിഭവവും ഇല്ലാതെ പോകുന്ന ഒരു തീർത്ഥാടന കാലം മകരവിളക്കിന് ഒരുങ്ങിയിരിക്കുകയാണ് സന്നിധാനം. വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.